സംസ്ഥാന കമ്മിറ്റി ആവശ്യമനുസരിച്ച് സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ 3 ഇടങ്ങളിൽ തിരുത്തുവരുത്താൻ CPIM. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. നടപടി ചർച്ച ചെയ്യാൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റിയിലാണ് തീരുമാനം. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച ഏറ്റുപറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നു എന്ന് സമ്മതിച്ചു. അർജുൻ രാജ് ചേരുന്ന വിവരങ്ങളുമായി. അർജുൻ രാജ്, റിപ്പോർട്ട് തിരുത്തുന്നു. തിരുത്തിയതിൽ തന്നെ വളരെ സുപ്രധാനമായ ചില ഏറ്റുപറച്ചിലുകളുണ്ട്. അത് എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒരു മയപ്പെട്ട സ്ഥാപനമായിരുന്നു സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ പറ്റില്ല, കടുത്ത നിലപാട് തന്നെ എടുക്കണം എന്നുള്ള ആവശ്യമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 3 പ്രധാനപ്പെട്ട തിരുത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉള്ളത്. ഒന്നാമത്തേത് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ മയപ്പെട്ട സമീപനമാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതെങ്കിൽ കടുത്ത വിമർശനം വേണം, തെറ്റേറ്റു പറയണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ ചേർത്തത്. അത് ജില്ലാ കമ്മിറ്റി സ്വയം വിമർശനമായി നടത്തിയതാണ് എന്ന് പറയുമ്പോൾ കൂടിയും ഇത് ആ തരത്തിലുള്ള റിപ്പോർട്ടല്ല ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിൽ കടുത്ത വിമർശനം കൂടി ഉയർന്നതോടെയാണ് തളിപ്പറമ്പിൽ വീഴ്ച സംഭവിച്ചു എന്ന നിലയിലേക്ക് റിപ്പോർട്ട് തിരുത്തപ്പെടുന്നത്. രണ്ടാമത്തേത് വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള നിലപാടുമായി ബന്ധപ്പെട്ടാണ്. വെള്ളാപ്പള്ളിക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിട്ടുള്ള വിമർശനം. അതും ആ രീതിയിൽ പിന്നീട് ചേർത്തു. വെള്ളാപ്പള്ളിക്കെതിരെ പ്രസ്താവന നടത്തേണ്ടതായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പിന്നീട് സമ്മതിച്ചുകൊണ്ട് തിരുത്തുകയാണ് ഉണ്ടായത്. മൂന്നാമത്തേത് പത്മകുമാറിനെതിരായിട്ടുള്ള നടപടിയുടെ കാര്യമാണ്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള നിലപാടാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. ഈ റിപ്പോർട്ടിൽ പിന്നീട് ആ രീതിയിലുള്ള വിവരങ്ങൾ ചേർത്തത്. തളിപ്പറമ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന കമ്മിറ്റിയിൽ കടുത്ത വിമർശനം ഉയർന്നു. മണ്ഡലം കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ 73 പേരിൽ 70 പേരും എതിരായിട്ട് കൂടിയും എങ്ങനെയാണ് PK ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നത്. അങ്ങനെ കടുത്ത വിമർശനം ഉൾപ്പെടെ ഉണ്ടായതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മയപ്പെട്ട സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് പിന്നീട് തിരുത്താൻ CPIM സംസ്ഥാന നേതൃത്വം തയ്യാറായിട്ടുള്ളത്. ശ്യാമിനി. അർജുന, അപ്പോഴും നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ, അത് നേതൃമാറ്റം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായ വിമർശനങ്ങൾ, ചില കടുത്ത വിമർശനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് MV ഗോവിന്ദനെതിരെയും പിണറായി വിജയനെതിരെയുമായിരുന്നു. അത് ഈ റിപ്പോർട്ടിൽ ഒന്നും, ഈ തിരുത്തലുകൾ അടക്കം ഉണ്ടായിട്ടും അത് ഇപ്പോഴും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമല്ലേ? തീർച്ചയായും സംസ്ഥാന നേതാക്കൾക്കെതിരായിട്ടുള്ള ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്യാമിലി പറഞ്ഞതുപോലെ തന്നെ ാണ്. അത് ഈ നേതാക്കൾക്കെതിരായിട്ടുള്ള എല്ലാ ഘടകങ്ങളിലും കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ആ രീതിയിൽ അത് സംസ്ഥാന ഈ സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവമാണ്. ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഈ അവസാന നിമിഷവും സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ തയ്യാറായിട്ടില്ല. അതേസമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേസമയം അത് മാത്രമായിരുന്നില്ല വിമർശനം. പിണറായി വിജയനെതിരെ MV ഗോവിന്ദനെതിരെയൊക്കെ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നേതൃമാറ്റം വേണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. സെക്രട്ടേറിയറ്റിനകത്ത് ഒരു പുനഃസംഘടന വേണമെന്ന നിലയ്ക്കുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അതൊന്നും പക്ഷേ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ കടുത്ത വിമർശനം ഉണ്ടായ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി വിഷയം, തളിപ്പറമ്പിലെ സാഹചര്യം, പത്മകുമാറിൻ്റെ വിഷയം, ഈ 3 കാര്യങ്ങളിൽ ഒരു തിരുത്തൽ വരുത്താൻ CPIM തയ്യാറായി. ശ്യാമിലി. ശരി, അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.